പത്തനംതിട്ട വില്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവ വലയിലായി. കിണറ്റിലെ വെള്ളം വറ്റിച്ചാണ് കടുവയെ വലയിലാക്കിയത്. കൊല്ലമ്പയിൽ സദാശിവൻ എന്ന ആളുടെ വീട്ടുപരിസരത്തെ കിണറ്റിലാണ് കടുവ വീണത്. നിങ്ങളെല്ലാരും കൂടെ കിടന്ന് അവിടെ കിടന്ന് അലച്ചിട്ട് ആരും മിണ്ടല്ലെന്ന് പറഞ്ഞാൽ ആരാ മിണ്ടുന്നത്? നിങ്ങളാ എന്റെ പുരുതറപ്പലയായോണ്ട് നിങ്ങൾ ആലക്കില്ല, ഞങ്ങളാരും അല്ല. ഏറെ നേരത്തെ ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമം ഉണ്ടായിരിക്കുന്നത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമം അത് ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. പത്തനംതിട്ട വില്ലൂന്നിപ്പാറയിലാണ് കിണറ്റിൽ വീണ കടുവയെ വലയിലാക്കിയത്. അബിലാൽ, അങ്ങനെ തീവ്ര ശ്രമമാണ് നടന്നത്, ഒടുവിൽ വലയിലാക്കിയല്ലേ? ഇങ്ങോട്ട് കൊണ്ടുപോയി കടുവയെ? കടുവയെ കൊണ്ടുപോയിട്ടില്ല. അതേസമയം തന്നെ അത് ആദ്യഘട്ട ശ്രമങ്ങൾ വിജയം കൈവരിച്ചിരിക്കുന്നു. മയക്കുവെടി വെക്കാതെ തന്നെ കടുവയെ കിണറ്റിൽ ഉള്ളിൽ വെച്ച് തന്നെ വലയിൽ ആക്കിയിരിക്കുന്നു. അതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. അതായിരുന്നു, അത് വിജയം കൈവരിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം ആദ്യഘട്ടത്തിൽ കിണറ്റിലെ വെള്ളം പരിപൂർണമായി വറ്റിച്ച ശേഷം കടുവയ്ക്ക് മയക്കുവെടി നൽകുക, അതിനുശേഷം ഒന്നോ രണ്ടോ ആളുകൾ ഉള്ളിലേക്ക് ഇറങ്ങി കടുവയെ വലയ്ക്ക് ഉള്ളിലാക്കി ഉയർത്തിയെടുക്കുക, ഈ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്യപ്പെട്ടിരുന്നത്. എന്നാൽ ആ പ്ലാനിൽ നിന്നും മാറി ഉള്ള ശ്രമമാണ് ഇപ്പോൾ വിജയം കൈവരിച്ചിരിക്കുന്നത്. കാരണം ഏറെക്കുറെ 9 മണിക്കൂർ സമയത്തോളം വെള്ളത്തിൽ നിന്ന കടുവയാണ്. പൊതുവെ ക്ഷീണിതനാണ്. ഈ സമയത്ത് ആഹാരം ഇതും കഴിച്ചിട്ടുമില്ല. അങ്ങനെ കണക്കെടുക്കുമ്പോൾ പൊതുവെ ക്ഷീണിതനായ മൃഗത്തെ വെടിവെക്കുന്നതോടുകൂടി അത് ഒരുപക്ഷെ ചത്തുപോകാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വനം വകുപ്പ് അധികൃതർ എത്തിച്ചേർന്നത്. അങ്ങനെ മുകളിൽ നിന്നുകൊണ്ട് തന്നെ ആളുകൾ നിയന്ത്രിച്ച് വല ഉള്ളിലേക്ക് ഇറക്കുകയും പിന്നീട് ഏറെക്കുറെ 45 മിനിറ്റ് സമയം നീണ്ടു നിന്ന ദൗത്യത്തിനൊടുവിൽ പല ഘട്ടങ്ങളിലായി അതിൻ്റെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഇതിനുള്ളിലേക്ക് കയറുകയാണ് ഉണ്ടായത്. അങ്ങനെ അതിനെ കുടുക്കിൽ അകപ്പെടുത്തി ഉള്ളിൽ നിന്ന് തന്നെ ഇതിൻ്റെ കയറുകൾ പുറത്ത് എത്തിച്ച് അത് പല കോണുകളിൽ നിന്നായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലിച്ച് ഉയർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഈ വല കിണറ്റിൽ നിന്നും ഏറെക്കുറെ 10 അടിയിലേറെ ഉയർന്ന് നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. എന്നാൽ പുറത്തേക്ക് എത്തിച്ചിട്ടില്ല. ഇനിയുള്ള ദൗത്യം ഏറെ ശ്രമകരമാണ്. കാരണം പൂർണ്ണ ബോധവാനായിട്ടുള്ള മൃഗമാണ്. അതിനെ ഏത് തരത്തിൽ ഇനി ഏറെക്കുറെ 150 മീറ്റർ അകലെയുള്ള വാഹനത്തിലെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന കൂട്ടിലേക്ക് എത്തിക്കാനാകും എന്നുള്ളതാണ് ശ്രമകരമായ ദൗത്യം. കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ നേരിട്ട് ആളുകൾക്ക് ഇതിൻ്റെ വലയിൽ പിടിക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അങ്ങനെ ഉയർത്തി തന്നെ ഇതിനെ അവിടെ എത്തിക്കേണ്ടതുണ്ട്. കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളെ ആക്രമിക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പൂർവ്വമുള്ള ഇപ്പോൾ ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വലയിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു കടുവയെ. കരയിലേക്ക് എത്തിക്കുക കിണറ്റിൽ നിന്നും എന്ന ശ്രമകരമായ ഒരു ദൗത്യം കൂടി ബാക്കിയാണ്. അപ്പോൾ കടുവ മയക്കം സംബന്ധിച്ച് ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ആകാംക്ഷയുണ്ട്.